ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ എവല്യൂഷൻ, അതാണ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറൊന്നും അല്ല, നമ്മൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, പുതിയ എൻവയോൺമെന്റിലേക്ക് അഡാപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ഇനീഷ്യലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ കാലം ചെല്ലും തോറും എങ്ങനെ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം വരുത്തി മോഡിഫൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്ന് പറയുന്നത്. ആ സോഫ്റ്റ്വെയർ എവല്യൂഷൻ സൈക്കിളാണ് ഇവിടെ പിക്ടോറിയലി നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ചേഞ്ച് വേണമെങ്കിൽ ആ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നടക്കുന്നത്. എക്സിസ്റ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ചേഞ്ച് ആവശ്യമുണ്ടെങ്കിൽ ആ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രൊപ്പോസൽ, ദെൻ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ എവല്യൂഷൻ പ്രോസസ്സ് വേണ്ട രീതിയിൽ മോഡിഫിക്കേഷൻ നടക്കും. ദെൻ നമുക്ക് കിട്ടുന്ന ഔട്ട്കം എന്ന് പറയുന്നത് പുതിയ സിസ്റ്റം ആയിരിക്കും. ഈ പുതിയ സിസ്റ്റം കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, വെദർ എനി ചേഞ്ചസ് ആർ റിക്വയർഡ് ഓർ നോട്ട് എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ കേസ് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഫർദർ ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അതായത് സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഈ ഒരു സോഫ്റ്റ്വെയർ എവല്യൂഷൻ പ്രോസസ്സാണ് സോഫ്റ്റ്വെയറിനെ എല്ലായ്പ്പോഴും ഫങ്ഷണൽ ആയിട്ട്, എഫിഷ്യൻ്റ് ആയിട്ട്, സെക്യൂർ ആയിട്ടും ഒക്കെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ സോഫ്റ്റ്വെയർ എവല്യൂഷനിൽ വരുന്ന കീ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത്. 4 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചേഞ്ച് അനാലിസിസ്. ഒരു ചേഞ്ച് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനലൈസ് ചെയ്യും നമ്മൾ ആദ്യം. എന്തിനാണ്, അതിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ എത്ര കോസ്റ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ചേഞ്ച് അനാലിസിസിൽ ചെയ്യുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു ചേഞ്ച് നമ്മൾ ഇതിനകത്ത് വരുത്തുകയാണെങ്കിൽ അത് ബെനഫിഷ്യൽ ആണോ, ഫീസിബിൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതുണ്ട്. അതിൻ്റെ അസസ്മെന്റ് ആണ് ചേഞ്ച് അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റിലീസ് പ്ലാനിങ്. നെക്സ്റ്റ് റിലീസിൽ ഏതൊക്കെ ചേഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യണം, ലൈക്ക് ബഗ് ഫിക്സസ് കാണുമായിരിക്കും, അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ ന്യൂ ഫീച്ചേഴ്സ് ഒക്കെ കാണുമായിരിക്കും. അതിൽ ഏതൊക്കെ ചേഞ്ചസ് ആണ് നെക്സ്റ്റ് റിലീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് റിലീസ് പ്ലാനിങ്ങിൽ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് പ്രയോറിറ്റൈസ് ചെയ്യാണ് ചേഞ്ചസ്. ബിസിനസ് വാല്യൂ അതുപോലെ തന്നെ ടെക്നിക്കൽ ഇമ്പാക്റ്റിനെ അനുസരിച്ചിട്ട് ചേഞ്ചസിനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും. ഇന്ന റിലീസിൽ ഇന്ന ചേഞ്ച് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും, നമ്മൾ ഡിസൈഡ് ചെയ്യും. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഇൻ റിലീസ് പ്ലാനിങ്. Now the third activity എന്ന് പറയുന്നത് സിസ്റ്റം ഇംപ്ലിമെന്റേഷൻ. സോഫ്റ്റ്വെയർ ഡിസൈനിലും കോഡിലും ഒക്കെ എന്ത് ചെയ്യാണ്, ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈ ചേഞ്ച്, വരുത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ഈ ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡെവലപ്മെന്റ് വരും, യൂണിറ്റ് ടെസ്റ്റിംഗ് വരും, ഇന്റഗ്രേഷൻ ഓഫ് ന്യൂ ഫീച്ചേഴ്സ് വരും. ഓക്കെ, അതെല്ലാം സിസ്റ്റം ഇംപ്ലിമെന്റേഷന്റെ ഭാഗമാണ്. നൗ ഫോർത്ത് വൺ ഈസ് സിസ്റ്റം റിലീസ്. ഫൈനൽ സ്റ്റെപ്പാണിത് അല്ലേ. അതായത് ഈ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റഡ് വേർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ ഈസ് റിലീസ് ടു ദ യൂസേഴ്സ്. അതാണ് സിസ്റ്റം റിലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം സോഫ്റ്റ്വെയർ എവല്യൂഷൻ വേണ്ടി വരുന്നത്? നീഡ് ഫോർ സോഫ്റ്റ്വെയർ എവല്യൂഷൻ ആണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ചേഞ്ച് റിക്വയർമെന്റ്സ് ആവാം, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ചേഞ്ചസ് ആയിരിക്കാം. ഈ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ റെഗുലേറ്ററി സ്റ്റാൻഡേർഡ്സിന്റെ ചേഞ്ചസ് ആവാം. ഇതൊക്കെ കാരണം കൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് നടത്തേണ്ടതായിട്ട് വരും. അതാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിഫക്ട്സോ ബഗ്സോ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും അല്ലെ, മോഡിഫൈ ചെയ്യും. സെക്യൂരിറ്റി റിസ്കുകൾ, നമ്മൾ സെക്യൂരിറ്റി പ്രാക്ടീസ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ലേറ്റർ പല സെക്യൂരിറ്റി റിസ്കും വന്നേക്കാം. ഇൻ സച്ച് സെനാരിയോസ് നമ്മൾ എന്ത് ചെയ്യും, സോഫ്റ്റ്വെയർ എവല്യൂഷൻ ചേഞ്ചസ് വേണമെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ മൊബൈൽ ഓയസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് റെഗുലർ ആയിട്ടൊക്കെ അപ്ഡേറ്റ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ. മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും റെഗുലർ അപ്ഡേറ്റ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഇറ്റ് ഹെൽപ്പ് us ടു പാച്ച് വൾനറബിലിറ്റീസ്. അതുവഴി നമ്മുടെ ഡേറ്റ പ്രൊട്ടക്ഷൻ ആണ് നടക്കുന്നത്. സൈബർ ത്രെഡ്സ് വരുന്നുണ്ടെങ്കിൽ മോഡേൺ സൈബർ ത്രെഡ്സിനെ എല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സെക്യൂരിറ്റി റിസ്ക്, അതിനെയാണ് സെക്യൂരിറ്റി റിസ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഔട്ട്ഡേറ്റഡ് സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത്തരത്തിലുള്ള റിസ്കുകൾ ഉണ്ടാവും, അത് നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട്. സോ ഇൻ സച്ച് സെനാരിയോസ് വി നീഡ് അവർ സോഫ്റ്റ്വെയർ ടു ബി ഇവോൾവ്ഡ്. പിന്നെ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ,
ഇത്രയാണ് നീഡ് ഫോർ സോഫ്റ്റ്വെയർ ഇവല്യൂഷനിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഒരു പാർട്ട് വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ലോസ് ഓഫ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലെമാൻസ് ലോസ് ഓഫ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്നും പറയാം. ലെമാൻസ് ലോസ് ഓഫ് സോഫ്റ്റ്വെയർ എവല്യൂഷൻ എന്ന് പറയുമ്പോൾ 8 കീ പ്രിൻസിപ്പിൾസ് വരുന്നുണ്ട്. ബട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺലി 4 കീ ലോസ്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് law of continuing change, second one law of increasing complexity, third one law of conservation of organizational stability, and the fourth one is law of conservation of familiarity. Law of continuing change എന്ന് പറയുമ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് പ്രോഡക്റ്റ് അല്ല. നമ്മൾ നേരത്തെ നീഡ്സ് ഫോർ സോഫ്റ്റ്വെയർ എവല്യൂഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാരണം കൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഓവർ ടൈം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് പറയാം this change is inevitable. ഇതിനകത്ത് അവഞ്ചേഴ്സിനകത്ത് പറയുന്ന പോലെ ചേഞ്ച് ഇസ് ഇന്നെവിറ്റബിൾ. ദാറ്റ് ഈസ് വാട്ട് മെൻ ബൈ ലോ ഓഫ് കണ്ടിന്യൂയിങ് ചേഞ്ച്. ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നമ്മുടെ മെറ്റീരിയലിനകത്ത് പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ഗൈസ് ക്യാൻ റീഡ് ദാറ്റ്. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ബാങ്കിങ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് വിചാരിക്കാം. അതെന്ന് പറയുന്നത് അതിന്റെ എവല്യൂഷൻ എന്ന് പറയുന്നത് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുക, പുതിയ യൂസർ റിക്വയർമെന്റ്സ് വരിക, അതും അല്ലെങ്കിൽ എന്തെങ്കിലും സെക്യൂരിറ്റി പ്രോട്ടോകോൾസ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ നോക്കൂ എന്തെങ്കിലും റെഗുലേഷൻസിൽ തന്നെ ചേഞ്ച് വരികയാണെങ്കിൽ അത് നമ്മൾ ഈ പറയുന്ന ബാങ്കിങ് സോഫ്റ്റ്വെയറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ ബാങ്കിങ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ബാങ്കിങ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. സോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഒരു അപ്ഡേഷൻ, അതാണ് ലോ ഓഫ് കണ്ടിന്യൂയിങ് ചേഞ്ചിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ലോ ഓഫ് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി. സോ ഇതിനകത്ത് കോംപ്ലക്സിറ്റി ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, പുതിയ റിക്വയർമെന്റ്സ് വരുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇവോൾവ് ചെയ്യുമ്പോൾ കോഡിനകത്ത് ഒരുപാട് കോംപ്ലക്സിറ്റീസ് വരും. അതായത് പുതിയ റിക്വയർമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ, പുതിയ ചേഞ്ചസ് ആഡ് ചെയ്യുമ്പോൾ, പുതിയ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, യൂസർ റിക്വയർമെന്റ്സ് ആയിക്കോട്ടെ, എന്തും ആഡ് ചെയ്യുന്ന സമയത്ത് കോഡിൽ ഒരുപാട് ചേഞ്ച് വരും. സോ ആ കോഡ് നമ്മൾ പ്രോപ്പർ ആയിട്ട് റീഫാക്ടർ ചെയ്ത് മോഡുലറൈസ് ചെയ്ത് കീപ്പ് ചെയ്തില്ല എങ്കിൽ ഫർദർ അണ്ടർസ്റ്റാൻഡബിലിറ്റി വെരി ടഫ് ആയിരിക്കും. അതാണ് ലോ ഓഫ് ഇൻക്രീസിങ് കോംപ്ലക്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ് ഇതിൽ എംഫസൈസ് ചെയ്തിരിക്കുന്നത്. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റിനെ ബ്രൂക്സ് ലോ എന്നും ഇടയ്ക്ക് പറയാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ്വെയറിന്റെ എവല്യൂഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതിന്റെ റേറ്റ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റന്റ് ആയിരിക്കും. കൂടാതെ അത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റിസോഴ്സസ് ഡിവോട്ടഡ് ടു ദ സിസ്റ്റം ഡെവലപ്മെന്റ്. അതായത് നമ്മൾ എത്ര റിസോഴ്സസിനെ ലൈക്ക് കൂടുതൽ ഡെവലപ്പേഴ്സിനെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇൻക്രീസിങ് റിസോഴ്സസ് ഡസ് നോട്ട് ലീനിയർലി ആക്സിലറേറ്റ് ഡെവലപ്മെന്റ്. അതുകൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. കാരണം അത് ഡെവലപ്മെന്റിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല, ലീനിയർലി ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതാണ് ഈ ലോയ്ക്കകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എത്ര റിസോഴ്സസ് ആഡ് ചെയ്തോട്ടെ, ഇതിനകത്തേക്ക് വരുന്ന പുതിയ റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ പുതിയ ചേഞ്ചസ് ഒന്ന് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരിക്കുക. കോൺസ്റ്റന്റ് ആയിട്ടുള്ള പിന്നെ ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് ആയിരിക്കും വേണ്ടി വരിക. സോ എത്ര റിസോഴ്സസിനെ ആഡ് ചെയ്താലും കാര്യമില്ല. ലീനിയർ ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ ഇൻ ഡെവലപ്മെന്റ് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ദാറ്റ് ഈസ് വാട്ട് സ്റ്റേറ്റഡ് ഇൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഓർഗനൈസേഷണൽ സ്റ്റെബിലിറ്റി. ഇനി നെക്സ്റ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഫാമിലിയാരിറ്റി. ഇതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സോഫ്റ്റ്വെയറിന്റെ ലൈഫ് ടൈമിൽ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം ഇറ്റ് മസ്റ്റ് ബാലൻസ് ദ നീഡ് ഫോർ ഇന്നോവേഷൻ വിത്ത് ദ നീഡ് ടു റിമെയിൻ ഫെമിലിയർ ടു ദയർ യൂസേഴ്സ്. അതായത് നമ്മൾ എത്ര ചേഞ്ചസ് വരുത്താണെങ്കിലും, ചേഞ്ചസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് എന്തായിരിക്കണം, ഇന്നോവേഷൻ വേണം, പക്ഷെ നീഡിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അത് രണ്ടും ബാലൻസ് ചെയ്ത് നിർത്തണം. പ്ലസ് നമ്മൾ എങ്ങനെ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞിട്ടാലും യൂസേഴ്സിന് കംപ്ലീറ്റ്ലി അൺഫെമിലിയർ ആവുന്ന രീതിയിലേക്ക് ആ സോഫ്റ്റ്വെയർ സിസ്റ്റം മാറി പോകരുത്. യൂസേഴ്സിന് ഫെമിലിയർ ആയിരിക്കണം സിസ്റ്റം. ഡ്രാസ്റ്റിക് ചേഞ്ചസ് വരുവാണെങ്കിൽ യൂസേഴ്സ് ഫ്രസ്ട്രേറ്റഡ് ആവും. ഓക്കെ, സോ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഒരുപാട് ഇൻക്ലൂഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കാതെ നോക്കണം. ദാറ്റ് ഈസ് വാട്ട് സ്റ്റേറ്റഡ് ഇൻ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ഫെമിലിയാരിറ്റി. ഇത്രയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എവല്യൂഷനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ്.
അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ് ടു യു.